ജാസ്മിൻ നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്നില്ല, അത് സീരിയലൊക്കെ തരുന്നു, സീരിയലിൽ അഭിനയം, ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ. ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യും? അഖിലേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യമാണെങ്കിൽ ഓക്കെയാണ്. സാബു ചേട്ടൻ കാര്യമായി ശ്രമിക്കുന്നുണ്ട്, അതിനകത്തുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല. സൂപ്പറാണ്, അടിപൊളി. എനിക്കത് വേണ്ട, എനിക്ക് സാധാരണക്കാരനായിട്ടിരുന്നാൽ മതി. ഇപ്പൊ ഞാൻ കാണാറില്ല. ആർക്കും വിന്നറാവാം, അമ്മാതിരി ഒരു പോക്കാണ് ഇപ്പൊ പോണത്. ആരെ വേണോ അവർ വിന്നറാക്കും. കണ്ട് സാബു ചേട്ടൻ കാര്യമായി ശ്രമിക്കുന്നുണ്ട്, അതിനകത്തുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ജിൻഡോ ചേട്ടൻ അടിപൊളിയാണ്. ഗബ്രി ഔട്ടായി. ഇപ്പോൾ ഓട്ടോ പറഞ്ഞ ഔട്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഗബ്രി ഇപ്പോഴൊന്നും ഔട്ടാവില്ലായിരുന്നു. ആണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയല്ല, ഒരു പ്രോപ്പർ പ്ലാനോട് കൂടി അവരകത്ത് അറിയണം. ആ പ്ലാൻ കൃത്യമായിട്ട് വിന്നറാവാനൊന്നും പറ്റില്ലെന്ന് അറിയാം, എന്നാൽ കുറച്ചാൽ ഓടിക്കുമെന്ന് അറിയായിരുന്നു. ആയിരിക്കാം. ജാസ്മിൻ നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്നില്ല, അത് സീരിയലൊക്കെ തരുന്നു, സീരിയലിൽ അഭിനയം, ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ. ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ സഹോദര? നീ ചെയ്യുമോ? അത്രേ ഉള്ളൂ. അതിനകത്താണ്, പുറത്തറിയില്ല. ഓക്കെ അല്ലേ? സെറ്റർ, താങ്ക് യു. അഖിലേട്ടൻ സൂപ്പർ. അഖിലേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യമാണെങ്കിൽ ഓക്കെയാണ്. മറ്റു കാര്യങ്ങളെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയില്ല. അതെ. ഞാൻ ഹൈഡ് ചെയ്യില്ല, ഞാൻ പറയും. അവൻ 6 അടിക്കാൻ വേണ്ടി വന്നാണ്. പക്ഷേ അളിയനെ എന്നെ അടിച്ചിരുത്തുന്ന കണ്ടപ്പോൾ ചെറിയൊരു പേടി, അവനെ അടിച്ചിരുത്തുന്നുള്ള പേടി കണ്ട ഒതുങ്ങിപ്പോയതാ. അവൻ മെനക്കെടൂല, അവന് മടുത്തു, അവന് പരിപാടി മടുത്തു. എന്താ പറഞ്ഞ ഞാൻ